കോഴിക്കോട് കോർപ്പറേഷനിൽ സംവിധായകൻ VM വിനുവിനെ മത്സരിപ്പിക്കാൻ ധാരണ. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കല്ലായിൽ മത്സരിക്കാനാണ് സാധ്യത. KV രാഹുൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, എല്ലാം തീരുമാനിച്ചോ? ആര്യ, ഏറെക്കുറെ എല്ലാം തന്നെ തീരുമാനത്തിലായിട്ടുണ്ട്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് കൂടിയായ കല്ലായിൽ VM വിനുവിനെ മത്സരിപ്പിക്കാനാണ് തീരുമാനം. DCCയുടെ ഒരു അന്തിമ ചർച്ച നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിലിപ്പോൾ ഏതായാലും തീരുമാനം ഉണ്ടാകും, ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട പട്ടിക പ്രഖ്യാപിക്കുമെന്നാണ് നേതാക്കൾ നൽകുന്ന സൂചന. അതിലേതായാലും നേരത്തെ സർപ്രൈസ് സ്ഥാനാർത്ഥി എന്നൊക്കെ നേതാക്കൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞിരുന്ന ആ നേതാവ് VM വിനുവാണ്, സ്ഥാനാർത്ഥി VM വിനുവാണ്, സംവിധായകൻ. അദ്ദേഹം ആ പട്ടികയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത്. ഒപ്പം തന്നെ KPCC ജനറൽ സെക്രട്ടറി, ജില്ലയിലെ മുതിർന്ന നേതാവായ PM നിയാസ് അടക്കമുള്ള നേതാക്കളെ ഉൾപ്പെടുത്തിയുള്ള രണ്ടാം ഘട്ട പട്ടികയാണ് കോൺഗ്രസ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. VM വിനു കലാകാരനാണ്, അതിനപ്പുറം പൊതുസമ്മതിയുള്ള ഒരു കോഴിക്കോടിൻ്റെ കർമ്മമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾ കൂടിയാണ്. അപ്പോൾ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ പൊതുവിൽ കോൺഗ്രസിന് UDFന് ഗുണമാകുമെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് VM വിനുവിനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. ആദ്യമേ അദ്ദേഹവുമായി സംസാരിച്ച് അനുകൂല മറുപടി ഉണ്ടായിരുന്നില്ല. തുടർന്ന് രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കൾ VM വിനുവുമായി സംസാരിച്ചിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം സന്നദ്ധത അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിലും മേയർ സ്ഥാനാർത്ഥിയായാണോ VM വിനുവിനെ കൊണ്ടുവരിക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത നേതാക്കൾ ഏതായാലും നൽകുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം കോൺഗ്രസിന്റെ പ്രഖ്യാപനം ഉണ്ടാകും. ഒപ്പം LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം ഇന്ന് വൈകിട്ടാണ്. 4 മണിക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സീറ്റ് സംബന്ധിച്ച ധാരണകൾ നേരത്തെ തന്നെ ആയതാണ്. തർക്കമുണ്ടായിരുന്നു ചില സീറ്റുകളിൽ, കോട്ടുളി അടക്കം ഉള്ള സീറ്റുകളിൽ. അതായത് KV രാഹുലാണ് വിവരങ്ങൾ നൽകിയത്.